ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാതെയൊക്കെ തന്നെയാണ് പോകുന്നത്. രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. കാര്യം ഇന്ന് കുക്കറിലോട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കുക്കറിലൊന്ന് വയ്ക്കാമെന്ന് കരുതി കേട്ടോ. മോൻ പറഞ്ഞു അമ്മ ഇച്ചിരി ഗ്രേവി പോലത്തെ മുട്ടക്കറി തിന്നിട്ട് കുറച്ച് ദിവസമായി അമ്മ വയ്ക്കും. ഞാൻ നല്ല തിക്കായിട്ടുള്ളതാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ എടുത്തതിൽ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ തല കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ജനലിലൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് നമുക്കിങ്ങനെ അത് കടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഫോൺ വയ്ക്കാം. അതൊരെണ്ണം വാങ്ങിക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന ആ ഫുഡും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ മിസ്റ്റേക്കാണ്, സോറി കേട്ടോ. അപ്പം ഞാനിത് ലാസ്റ്റ് എല്ലാം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഈ മിസ്റ്റേക്ക് മനസ്സിലായത് കേട്ടോ. അത് അപ്പോഴും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും കൂടി എടുത്തേനെ. അതപ്പം എനിക്ക് പറ്റിയില്ല. എന്നിട്ട് എന്താണ്, പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ട വേണമല്ലോ, അതെങ്ങനെ വെള്ളം വെച്ചു, എന്നിട്ട് മുട്ടയിട്ടു, ഉപ്പുമൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ. കുക്കർ നല്ല രീതിയിൽ ഒരു 7 വിസിലങ്ങ് അടുപ്പിച്ചു കേട്ടോ. ഉള്ളിയാണെങ്കിലും 2 3 മതി എന്നാണ് പറയുന്നത് വിസിൽ. ഞാൻ അങ്ങനെ ഒന്നുമില്ല, തകർത്തങ്ങ് ചെയ്യും. എന്നിട്ട് അപ്പത്തിൻ്റെ മാവ്, അപ്പമെന്നും ആപ്പമെന്നും ഒക്കെ പറയും കേട്ടോ. അപ്പത്തിൻ്റെ മാവിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. നിങ്ങൾ അപ്പത്തിൻ്റെ മാവിനകത്ത് പഞ്ചസാര ചേർക്കാറുണ്ടോ? ഞാൻ ചേർക്കും കേട്ടോ. ഇനി ആരും ചേർത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒന്ന് ചേർത്തും കൂടെ ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അതായത് ചെറിയൊരു മധുരവും കൂടെ കിട്ടും. അപ്പം ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. കല്ലു ചേച്ചി ഇതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനും ഇത് ചെയ്യുന്നത്. അപ്പത്തിനകത്ത് ഇങ്ങനെ ഇച്ചിരി പഞ്ചസാര ഇടും കേട്ടോ. അങ്ങനെ ഞാനും ഒരു 1.5 സ്പൂൺ, അതായത് കുഞ്ഞ് സ്പൂണ് അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയൊക്കെ വെച്ചു. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് രണ്ടും പരുവാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ്, നിൽക്കാൻ വയ്യ, രാവിലെ ഭയങ്കര ചൂട്. എനിക്കറിയത്തില്ല, കൊല്ലം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂടെന്നാണ് കേട്ടോ ഇന്ന് വാർത്തയിൽ പറഞ്ഞത്. അത് സത്യം തന്നെയാണ് കേട്ടോ. വെയിലത്തോട്ട് ഇറങ്ങാൻ വയ്യ, കാലൊക്കെ ഇങ്ങ് പൊള്ളുകയാണ്. രാവിലെ മുളകിട്ടാൽ ഉച്ചയ്ക്ക് കൊണ്ട് പൊടിപ്പിക്കാം, ആ ഒരു പരുവമാണ് കേട്ടോ. അങ്ങനെ എല്ലാം വെന്തു. കുക്കർ തുറന്നിട്ട് അത് നല്ല അഴുകി അങ്ങ് വെന്തു കേട്ടോ. എന്നിട്ടും ഞാനൊരു സ്പൂൺ വെച്ച് നല്ല രീതിക്ക് അങ്ങ് ഉടച്ചു. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ടല്ലോ, ഞാനങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തു, വറ്റൽ മുളക് ഇട്ടിട്ട്. കാര്യം അങ്ങനെ അങ്ങ് ഓഫ് ചെയ്തു ഞാൻ. കാര്യം അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടാൽ അങ്ങ് എന്തുവാണ്, അതങ്ങ് കരിഞ്ഞു പോവും. അത് മാത്രമല്ല, അങ്ങ് നമുക്കവിടെ നിൽക്കാനും വരത്തില്ല, ചുമ വരും. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് ഈ മസാലാസൊക്കെ ഇടാം. വേറൊന്നുമല്ല, പെരിഞ്ജീരകപ്പൊടി, പിന്നെന്താണ്, മറന്നുപോയി, പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്തോ ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ മസാല കുറച്ചിട്ടു കേട്ടോ. അതെല്ലാം ഇട്ട് ആ എണ്ണ ചൂടിനകത്തിട്ടൊന്ന് മൂപ്പിച്ചു ഞാൻ. എന്നിട്ട് തീ കത്തിച്ചു. എന്നിട്ട് ഈ വേവിച്ച് വെച്ച ഈ കൂട്ടുകളെല്ലാം കൂടെ അങ്ങ് വെച്ചു കേട്ടോ. പക്ഷേ ഇന്നത്തെ കറി സൂപ്പറായിരിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം തന്നെ എനിക്കറിയാം അത് ഏത് രീതിയിലാവുമെന്ന് കേട്ടോ. അങ്ങനെ അതെ, എല്ലാം മല്ലിയില കിട്ടി കേട്ടോ. കാര്യമായിട്ട് എനിക്ക് മല്ലിയില, അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെ മല്ലിയില കിട്ടി. അതും കൂടെയൊക്കെ അങ്ങ് അരിഞ്ഞങ്ങ് ചേർത്തു. എന്നിട്ട് ആ കൂട്ടെല്ലാം അങ്ങ് ഒഴിച്ച് നല്ല വൃത്തിയാക്കി ഇളക്കി. അപ്പം മുട്ട വേവുന്നതേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് മുട്ട എടുത്തിടാം. മുട്ടയും കൂടി ഇടണം കേട്ടോ കറിയിൽ. ചിലരുണ്ടല്ലോ മുട്ടക്കറി വെച്ചിട്ട് സമയമാകുമ്പോൾ കഴിക്കാൻ സമയമാകുമ്പോൾ ഒരു മുട്ട എടുത്ത് ആ കറി ഒഴിച്ചിട്ട് മുട്ട ഇടുക. അങ്ങനെ ഇടരുത് കേട്ടോ. മുട്ടക്കറി ആണെങ്കിൽ ആ മുട്ട ലാസ്റ്റ് ഇട്ട് അതിനകത്തൊരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് ഇതാക്കണം. എന്നാലേ ആ മസാലകളെല്ലാം ആ മുട്ടയിലോട്ടും ഒന്ന് ഇതാവത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കറക്കി ചുറ്റി നല്ല അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുത്ത് കേട്ടോ. ഗൂഗിൾ കുളിക്കാൻ പോയിട്ടുണ്ട്, ഗൗതത്തിന് ട്യൂഷനുണ്ട്, ഗൂഗിളിന് പരീക്ഷയുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്, രാവിലെ കുറച്ചധികം ജോലികളും ഉണ്ട്. അങ്ങനെ അപ്പമൊക്കെ റെഡിയായി. അപ്പം കുഞ്ഞു വന്നിട്ട് പറഞ്ഞു അമ്മേ അപ്പം എടുത്ത് താ, എനിക്ക് പോകാൻ സമയം. അങ്ങനെ അവന് 2 അപ്പവും കൊടുത്തു, 2 മുട്ടയും കൊടുത്തിട്ട്. മുട്ട എത്ര ആരോഗ്യമുള്ളവനായിക്കോട്ടെ, എത്ര ആരോഗ്യം ഇല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ. ആരോഗ്യമുള്ളവനെന്ന് ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല, എൻ്റെ കൊച്ചിനെ തന്നെയാണ് കേട്ടോ. മൂത്തവൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവൻ മുട്ട കൊടുത്താലും അവൻ തിന്നത്തില്ല. നോക്കണം, ഇതിൻ്റെ 2 മുട്ടയുടെ മഞ്ഞക്കൊരോട് ഇട്ടേക്കും. അവൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാണ്, മോനെ മുട്ടയൊക്കെ കഴിക്കണം. ഇപ്പോഴത്തെ പഠനം പറയുന്നത് ഒരാൾക്ക് 3 മുട്ട വെച്ച് കഴിക്കാമെന്നാണ്. ആര് കേൾക്കാനാണ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മഞ്ഞക്കരി മുട്ടയിടതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതെടുത്തങ്ങ് കളഞ്ഞു. കാര്യം തിന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടും. എനിക്കുള്ള മുട്ടയുണ്ട്, പിന്നെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഞാൻ കഴിച്ച് എനിക്ക് പണി കിട്ടും. വേറൊന്നും കൊണ്ടല്ല, മുട്ട 2 കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ മഞ്ഞക്കരു പിന്നെ എൻ്റെ ഈ കഴിക്കുന്ന മുട്ടയും കൂടെ ആകുമ്പോൾ കൂടുതലാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അവന് വെള്ള മതി, മഞ്ഞ വേണ്ട. പക്ഷേ മഞ്ഞയിലുള്ള ഫാറ്റാണ് ഏറ്റവും നല്ല ഫാറ്റ് എന്നാണ് പറയുന്നത്. ഈ പിള്ളേരുടെ അടുത്തൊക്കെ പറയുന്നത് ഇനി എന്താ, അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാവുമ്പോൾ മനസ്സിലാകട്ടെ എന്ന് കരുതി ഞാൻ 2 അപ്പവും പിന്നെ ഒരു മുട്ടയും. അപ്പോൾ ചായ വെച്ചപ്പോൾ പാല് പിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം കട്ടൻ കാപ്പിയും കൂടി ഇട്ടപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടല്ലോ വന്നിങ്ങനെ എന്താണ് ആഹാരം എന്നൊക്കെ ഇങ്ങനെ നോക്കി കറങ്ങിയിട്ട് പോയി കേട്ടോ. ഇപ്പോൾ രാവിലെ സ്ഥിരം കുളിച്ച് പൂജാമുറി കയറി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ. പരീക്ഷ സമയം ആയതുകൊണ്ട് ദൈവത്തിനെ കൈകൂപ്പുകയാണെന്നാണ് തോന്നുന്നത്. ദൈവമേ ഇനി എന്നെ
കാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഞാനും ഗൗതം കൂടെ എപ്പോഴും കളിയാക്കും കേട്ടോ. പരീക്ഷ സമയമായപ്പോൾ രാവിലത്തുള്ള കുളിയും ചന്ദനം തൊടലും ഒക്കെ. അങ്ങനെ കുഞ്ഞിനും ഞാൻ മുട്ട 2 എടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഒരെണ്ണം മതിയെന്ന് കേട്ടോ. പക്ഷേ കുഞ്ഞുണ്ടല്ലോ, ഒരെണ്ണം കഴിച്ചിട്ട് വീണ്ടും അവൻ ആ 2ാമത്തെ മുട്ട എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവന് പിന്നെ ഇങ്ങനെയുള്ള ആഹാര കാര്യത്തിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവന് ആഹാരമൊക്കെ കൊടുത്തിട്ട് അവനെ കൊണ്ട് സ്കൂളിലാക്കാൻ പോയി കേട്ടോ. പരീക്ഷയാണ്. അങ്ങനെ പോസ്റ്റൽ ലൈറ്റൊന്നും ഓഫ് ചെയ്തില്ല. അങ്ങനെ കൊണ്ടൊക്കെ ആക്കിയിട്ട് വന്നിട്ട് രാവിലെ ഉണ്ടാക്കിയ മുട്ടക്കറി കുറച്ചധികം വന്നു. അപ്പം ഞാൻ കയ്യോടെ അങ്ങ് തണുപ്പ് മാറിയതിന് ശേഷം എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. വേണമെങ്കിൽ എടുക്കാമല്ലോ വൈകിട്ടോ അല്ലെങ്കിൽ നാളെ എടുക്കാമല്ലോ. കളയാൻ തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ വില, പിന്നെയാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. നാളെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, നമ്മൾ ഉണ്ടാക്കുന്നത് പാഴാക്കി കളയണ്ട എന്ന് കരുതി അതങ്ങ് എടുത്ത് കൈയോടെ അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് വൃത്തിയാക്കൽ പരിപാടികളുണ്ട്. വീടിനകമൊക്കെ ദിവസവും ഇത് ഒതുക്കി പറക്കുന്നുണ്ട്. കാര്യം ഇതൊക്കെ രാവിലെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴോ ഇതൊന്നും ഇങ്ങനെ കട്ടിലൊന്നും കിടക്കത്തില്ല കേട്ടോ. എല്ലാം വാരി വലിച്ചിടും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എല്ലാം എന്നും വൃത്തിയാക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അലമാരി ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അലമാരയിലിരുന്ന് തുണികളെല്ലാം ഞാൻ താഴെ എടുത്ത് വെച്ച് ആവശ്യമുള്ളത് മാത്രം ഞാൻ അലമാരയെ വെച്ചു കേട്ടോ. ബാക്കി കുറേ തുണികൾ താഴെ എടുത്ത് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ലതാണ്. ഞാൻ അതിൽ നിന്ന് എല്ലാം കൂടി എടുത്തിട്ട് കഴുകാനൊന്നും എനിക്ക് വേണ്ട, കഴുകിയും കൂടെ വയ്ക്കാതെ കണ്ടോ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. സാരി പ്രത്യേകം, ചുരിദാർ പ്രത്യേകം, പിന്നെ എൻ്റെ വീട്ടിലിടുന്ന തുണികൾ പ്രത്യേകം, പിന്നെ മക്കൾക്കും ഏട്ടനുമുള്ള അലമാര തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്. അത് അവർക്കുള്ളതാണ്, ഇത് എനിക്ക് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത് വെച്ചിരിക്കുന്ന വീട്ടിലിടുന്നതും എല്ലാം കൂടെ ഞാൻ ഇതിനകത്തങ്ങ് എല്ലാം അങ്ങ് ആക്കി കേട്ടോ. പിന്നെ കിടന്ന് വയ്യ, എനിക്ക് ഇച്ചിരി പരിപാടിയായിരുന്നു, ഒത്തിരി സമയം എടുത്തു കേട്ടോ. ഇതെല്ലാം ഇതിൽ നിന്ന് ബാക്കി വന്ന തുണികളാണ്. അപ്പം ഞാൻ കരുതി ഇതൊരു വലിയൊരു തുണിയിലോട്ടാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് സമാധാനത്തിൽ കഴുകിയെടുക്കാം. കുറേ ഷോൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ചുരിദാറും കിട്ടി, പിന്നെ പാവാടയൊക്കെ കിട്ടി കേട്ടോ. ഞാൻ ഏതോ ഒരു സാരിക്ക് ഉടുക്കാനായിട്ട് വാങ്ങിച്ച പാവാടയാണ് കേട്ടോ. അത് കിട്ടിയപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ദൈവമേ അത് ഒരു പ്രാവശ്യം കൂടി ഒന്നും പിന്നെ ഉടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഷോളുകളൊക്കെ കിട്ടി, പിന്നെ നെയ്റ്റി കിട്ടി, പിന്നെ ഏട്ടൻ്റെ 2-3 കൈലികൾ കിട്ടി. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഈ പാൻറ്റൊക്കെ കണ്ടോ, സൂപ്പർ പാൻറ്റായിരുന്നു. ഇതൊക്കെ ഞാൻ ഓരോന്ന് എടുക്കുമ്പോഴും ഓരോന്ന് വാങ്ങിച്ച ഓർമ്മകളൊക്കെ വരും കേട്ടോ. ഇതൊന്നും ഞാൻ കളയത്തില്ല, കഴുകി ഉപയോഗിക്കും, കഴുകിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കും. അതല്ല, ഉപയോഗിക്കേണ്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, ഞാൻ ഈ അടുക്കളയിൽ അത് കട്ട് ചെയ്തിട്ട് അടുക്കളയുടെ എന്തുവാണ് നമ്മൾ ആ കബോർഡും പിന്നെ ആ എന്തുവാണ് പറയുന്നത് ആ സ്ലാവും ഒക്കെ നമ്മൾ ഗ്രാനൈറ്റ് ഇട്ട ഭാഗം ഉണ്ടല്ലോ അതെല്ലാം തുടച്ചെടുക്കാൻ ഞാൻ ഉപയോഗിക്കും കേട്ടോ. അല്ലാതെ ഒന്നും നശിപ്പിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കളയത്തുമില്ല. വേസ്റ്റ് തുണികളെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി മഴ വരില്ലേ, അപ്പം കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരും. ഇനിയുള്ള അതായത് ജൂൺ മാസത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പോഴേ ഒതുക്കി പറക്കി വെക്കുകയാണ് ഞാൻ. എന്നിട്ട് എന്താണ്, കോവയ്ക്ക് മെഴുക്ക് പുരട്ടി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, പുളിശ്ശേരി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കോവയ്ക്ക് മെഴുക്ക് പുരട്ടി ഇച്ചിരി എണ്ണയും ഒക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് വേറൊരു കൊച്ചു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ട് ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതും ഞാൻ അതും ഞാനങ്ങ് വറുത്തെടുത്തു കേട്ടോ. ചിലപ്പോൾ വായിൽ പല മിസ്റ്റേക്കുകളും വരും, ക്ഷമിക്കണം. അങ്ങനെ ഇന്ന് വേവിപ്പ് പരിപാടികൾ അധികം ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കി എല്ലാം കഴിക്കാനുള്ള എല്ലാം മാറ്റി വെച്ചു. അപ്പോഴുണ്ടല്ലോ ഇന്നലെ ഞാൻ അപ്പത്തിന് അരച്ചപ്പോൾ കുറച്ച് അരി കൂടുതലായിപ്പോയി. അപ്പം ഞാൻ ആ അരി എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഇത് തോന്നി കേട്ടോ, ഇങ്ങനെയൊന്നും ഉണ്ടാക്കണം. പണ്ട് അമ്മ എനിക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അരി നല്ല വടിയെ അരച്ചെടുത്തു കേട്ടോ. വടിയെ അരച്ചെടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ, അതായത് ആ അരച്ച പാത്രം എടുത്ത് കലക്കി ഒഴിച്ച് ആ വെള്ളവും കൂടെ വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കേട്ടോ. അടുപ്പം കൂടെ കത്തിക്കുമ്പോൾ തന്നെ ഇത് അടുക്കി പിടിക്കും കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്യാൻ. ഇത് വേറൊന്നുമല്ല, ഒരു കുറുക്ക് പോലെ പറയും കേട്ടോ. എന്നിട്ട് കരിപ്പട്ടിയാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ല ശർക്കരയോ പഞ്ചസാരയോ ആണെങ്കിൽ അധികം ഉണ്ടാക്കത്തില്ല. തുമ്മലോട് തുമ്മൽ. അങ്ങനെ കരിപ്പട്ടിയും അതിനകത്ത് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കണം കേട്ടോ. കൈയിടാണ്ട് ഇളക്കണം കേട്ടോ. ഇതെല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. അതിനിടയ്ക്ക് ഏട്ടനൊന്ന് ഫോൺ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇതിനകത്ത് ചേർത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല. അതേ കേട്ടോളൂ. ഇത് ഇപ്പോൾ ഒരു ഹൽവ രൂപത്തിലായിട്ടുണ്ട്. ഇതിനകത്ത് കരിപ്പട്ടിയും എന്താണ് മറ്റേ അരി അരച്ചതും കൂടെ നല്ലോണം കുറുകി വരുമ്പോൾ ഒരു കൈ നിറച്ച് തേങ്ങ ഇട്ടു കേട്ടോ. ഒരു മുറി തേങ്ങയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കും. അപ്പോൾ ഹൽവ പരുവാകുമ്പോൾ നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പക്ഷേ അധികം നെയ്യ് ഒഴിച്ചില്ല, ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് കുടഞ്ഞു കൊടുത്തേ ഉള്ളൂ. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ചുക്ക് വേണമെങ്കിലും
ചേർക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, കൊച്ചൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിങ്ങനെ കറക്കി ചുറ്റിച്ച് കേട്ടോ. അപ്പം നെയ്യ് കിട്ടും. അല്ലാതെ കുറച്ച് ഇതിനകത്ത് ഇങ്ങനെ നെയ്യ് ഒഴിക്കണമെങ്കിലുണ്ടല്ലോ ഒരു 7-8 സ്പൂൺ നെയ്യ് ഉണ്ടെങ്കിലേ ആ ഒരു നല്ലൊരു ഹൽവയുടെ ആ ഒരു ഇത് കിട്ടും. അത്രയും നെയ്യ് പിള്ളേരും ഞാനും കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി കുറച്ച് നെയ്യൊന്ന് തളിച്ചിട്ട്, അല്ലാതെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തളിച്ചിട്ട് ഞാനിങ്ങനെ ഉരുട്ടി എടുത്ത് കേട്ടോ. ഇല്ല റാഗിപ്പൊടി ഇല്ല കർണാടക സൈഡ് ആന്ധ്രയിൽ സൈഡിലും ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ ഞാനിങ്ങനെ കറക്കി എടുത്ത് കേട്ടോ. ഇതൊരു ആയുർവേദ മരുന്നാണ്. ഇത് എനിക്ക് അമ്മയെന്നല്ല എല്ലാവരും ഉലുവ അരച്ച് കഴിക്കാറുണ്ട്. പിന്നെ എന്താണ് കുറുന്തോട്ടി, മലതാങ്ങി അങ്ങനെയുള്ള ഒരുപാട് ഇലകൾ, നൊച്ചിയില, അങ്ങനെയുള്ള എല്ലാ ഇലകളും വെച്ച് അരി വെച്ച് കുറുക്കി കഴിക്കാറുണ്ട്, ഉലുവ ഒക്കെ. പക്ഷേ ഇത് ഞാനിങ്ങനെ കരിപ്പട്ടിയും തേങ്ങയും എന്താണ് അരിയൊക്കെ അരച്ചുണ്ടാക്കിയാണ്, കുറച്ച് ശുദ്ധമായ നെയ്യും ഏലക്കയൊക്കെ ചേർത്ത് കേട്ടോ. എൻ്റെ ഗൂഗിളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ 2 ഉരുള പോലെ ആക്കി എൻ്റെ 2 മക്കൾക്കും കൊടുത്തു. ഞാൻ വിചാരിച്ച് കഴിക്കില്ലാന്ന്. പക്ഷേ ഉണ്ടല്ലോ അവന്മാർ കഴിച്ചു. അവന്മാർ പറയും ഇനി ഉണ്ടാക്കി തരാം. അവന്മാർ വിചാരിച്ചെടുത്ത് വല്ല ഹൽവ വല്ലതും ആയിരിക്കും. ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ അവന്മാരുമായിട്ടിരുന്ന് കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പോഴും അവിടുത്തെ വെയിൽ മാറിയിട്ടില്ലല്ലോ. എന്താ ചൂട് ദൈവമേ, വെള്ളത്തിനും ചൂട്. കുളിക്കാൻ നേരത്തൊക്കെ ഷവർ ഉറക്കുമ്പോഴല്ലോ തീമഴ പെയ്യുന്നതാണൊക്കെ, അത്രയ്ക്ക് ചൂട്. കാര്യം ടാങ്ക് നല്ല രീതിക്ക് പൊള്ളിക്കിടക്കുവാണല്ലോ. അപാര ചൂട് കേട്ടോ. സത്യം പറഞ്ഞ് സഹിക്കാൻ വയ്യ. ഇതിലെല്ലാം വച്ചിട്ടുണ്ട് ഈ ജൂൺ മാസത്തെ മഴ. ഇനി പിന്നെ മഴയെന്ന് പറയും. എന്നിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വെയിലായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ തുണി അലക്കാൻ ഇറങ്ങുന്നത്. അല്ലാതെ ഈ ഭാഗത്തൊന്നും നിൽക്കാൻ വയ്യ, ചൂട്. പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് എപ്പം കഴുകിയിട്ടാലും ഇപ്പോൾ ഉണങ്ങും. ഇപ്പം രാത്രി വേണമെങ്കിലും എടുത്തിട്ടാൽ മതി. രാവിലെ അല്ല, തലേ ദിവസം വൈകിട്ട് കഴുകിയിട്ടതാണ് കേട്ടോ. അപ്പം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഒരുത്തം വന്ന് നിന്നങ്ങ് തട്ടുകയാണ് ഗേറ്റിൽ. കാര്യം ട്യൂഷൻ കഴിഞ്ഞിട്ടൊന്നും ഞാൻ സാധാരണ നടുക്ക് കുറ്റി ഇടുന്നതല്ല, പക്ഷേ അറിയാതെ എങ്ങ് കുറ്റിയിട്ടു. നടുക്ക് കുറ്റിയിട്ട് ആർക്കും തുറക്കാൻ പറ്റത്തില്ല കേട്ടോ, നമ്മൾ തന്നെ വന്ന് തുറക്കണം. അപ്പം കിടന്നിങ്ങനെ അടിച്ചപ്പോൾ ഞാൻ വന്ന് തുറന്നപ്പോഴാണ് മനസ്സിലായത് അയ്യോ നടുക്ക് കുറ്റിയിട്ടല്ലോ എന്ന്. അപ്പോഴത്തേക്ക് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൂടും. ഞാൻ ആദ്യം വിചാരിച്ച് വേണ്ട, ചോറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം പറഞ്ഞ് വാങ്ങിച്ചു കൂടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇറങ്ങാൻ കാരണം പെട്രോള് കുറവായിരുന്നു കേട്ടോ. പെട്രോൾ ഇല്ലെങ്കിൽ ആകെ പാടാണ്. രാത്രിയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പോകും കേട്ടോ. പിന്നെ അതിലും പ്രശ്നമില്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ ഒന്ന് കയറി തൊഴുന്ന അമ്പലമാണ് കേട്ടോ. അവിടുത്തെ ഉത്സവമൊക്കെ ഇന്നാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ചെറിയുടെ ഇപ്പുറത്തുള്ള അമ്പലമാണ് കേട്ടോ. അപ്പുറത്തും ഒരു അമ്പലമുണ്ട്. മുമ്പുള്ള ഏതൊക്കെയോ വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അമ്പലത്തിൽ നിറച്ച ആൾക്കാർ, തൊട്ടിപ്പുറത്ത് ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളും പിന്നെ കടല വറപ്പും അതിൻ്റെയൊക്കെ മണവും ഇങ്ങനെ മൂക്കിലടിച്ച് തലമണ്ട വരെ കയറിയിട്ടാണ് പോകുന്നത്. ഇത് അക്കരയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല. അക്കരയും കൊണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2-3 ഹോട്ടലിൽ പോയപ്പോഴൊന്നും അവിടെ സാധനമില്ല. ഹോട്ടലും അടച്ചിട്ടേക്കുന്നു. കാര്യം ഗ്യാസ് ഇല്ല. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ഒരു ഹോട്ടലിൽ പോയിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഉമ്മ പറഞ്ഞു അകത്ത് കയറി അവിടെ എൻ്റെ മക്കളുണ്ട്, അവിടെ ചെന്ന് പറയണം എന്താണ് വേണ്ടതെന്ന്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ആ ഉമ്മ അങ്ങനെ പറഞ്ഞത്, വേറൊന്നും കൊണ്ടല്ല, ഓർഡർ അനുസരിച്ച് ചെയ്തു തരാനാണ്. കാര്യം ഒന്നാമത് ഗ്യാസ് ഇല്ല. അപ്പം പറയുന്നതിനനുസരിച്ച് ചെയ്തു തരാം. ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് കാണിച്ചു തന്നു കേട്ടോ. അതേ കണ്ടോ, ഞങ്ങൾ ഗ്യാസ് ഇല്ല, ഞങ്ങൾ എല്ലാം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് കിട്ടിയ അവസരമല്ലേ അപ്പോൾ ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് കരുതി. ശരിയാണ്, എല്ലാം വിറകടുപ്പിലാണ്. ഈ ചൂടത്ത് നിന്ന് വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കഷ്ടം തന്നെയാണെങ്കിലും അതിലേറെ രുചിയുമാണെന്നും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അടിപൊളി രുചിയാണ് കേട്ടോ ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ഉള്ളി അരിയുന്നു, ഒരു സൈഡിൽ ബീഫും ചിക്കനും വറുത്ത് കോരുന്നു. അങ്ങനെ ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കൊരു ചായ തരാം കേട്ടോ. അങ്ങനെ ചായ എൻ്റെ വീക്ക്നെസ് ആയിട്ട് ഞാൻ അവിടെ ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനങ്ങൾ എത്തി. അത് മാത്രമല്ല ഒരുപാട് ഹോട്ടലുകൾ എന്താണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തുറക്കാത്തത് കൊണ്ടുണ്ടല്ലോ മിക്കവരും ഇവിടെയാണ് വരുന്നത്. അവരെല്ലാം അകത്ത് കയറിയാണ് കേട്ടോ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഉമ്മയെടുത്ത് കണക്ക് പറഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ കണക്ക് പറയണം, അല്ലാതെ അവിടെ എടുത്ത് തന്ന മക്കൾ പറയത്തില്ല കേട്ടോ. അങ്ങനെ ഉമ്മയെടുത്ത് കണക്കൊക്കെ പറഞ്ഞ് സാധനവും വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങ് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് മക്കൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ വിളിച്ചു കേട്ടോ. എന്താണ് താമസിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയണേ ഞാൻ എത്ര കടയിൽ കയറിയെന്നറിയാമോ, അവിടെ ഒന്നും ഗ്യാസ് ഇല്ല, അതുകൊണ്ട് അടച്ചിട്ടേക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പറഞ്ഞ എല്ലായിടവും പ്രശ്നമാണ്. അങ്ങനെ ഫുഡ് എന്താണ് ഞാൻ വാങ്ങിച്ചത്, എനിക്ക് 2 ദോശ വാങ്ങിച്ചു, പിന്നെ മക്കൾക്ക് പൊറോട്ട വാങ്ങിച്ചു, മക്കൾക്ക് ബീഫ് റോസ്റ്റ് വാങ്ങിച്ചു കേട്ടോ, പിന്നെ മുട്ട ഓംപ്ലേറ്റും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.